അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിപ്പ് ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അഭിമന്യുവിൻ്റെ ഫണ്ടിൽ 1 രൂപയെങ്കിലും തട്ടിപ്പ് നടത്തിയതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? വാസ്തവം എന്തായിരുന്നു? ഇടുക്കിയിൽ പിരിവ് നടന്നു, എറണാകുളത്ത് പിരിവ് നടന്നു. മൊത്തം 4 കോടി രൂപയിലേറെ പിരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലെ ഫണ്ടിലെ മുഴുവൻ വീട് വയ്ക്കുന്നതിനും സഹോദരിയുടെ വിവാഹം കഴിക്കുന്നതിനും ആ കുടുംബത്തിനുമായിട്ട് കൊടുത്തില്ലേ? ആ കുടുംബത്തിന് 1 രൂപയുടെ പരാതിയുണ്ട്. ഇടുക്കിയിലെ ഫണ്ട് 100% അങ്ങനെയല്ലേ ചെലവഴിച്ചത്? എറണാകുളത്ത് നിന്ന് പിരിച്ച 2.25 കോടി ഫെഡറൽ ബാങ്കിൽ കിടപ്പില്ലേ? അത് സ്മാരകത്തിന് വേണ്ടി നിർമ്മിക്കാനും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ? അതിൽ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി 1 രൂപ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് മാറ്റിയോ? എന്നിട്ട് ഈ പച്ചക്കള്ളം പറയുകയല്ലേ അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന്? ഞാനിത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ വിമർശനം ഉയർന്നതുകൊണ്ട്. ഇനി എന്തുകൊണ്ടാണ് 2021 ഈ വിഷയം അവതരിപ്പിച്ചിട്ടും 2021 ശേഷം 8 മാസത്തോളം അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലാതെ മാറി നിന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ഇത്രയും വർഷം 8 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ, ചില വിഷയങ്ങളിൽ 4 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന ഈ കാര്യം തുറന്നു പറയാനിടയായ ചേതോ വികാരം എന്താ? അകത്ത് പറഞ്ഞു. പാർട്ടിക്ക് പുറത്തത് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നില്ല. കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പാർട്ടി അംഗീകരിച്ചു. ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിന് വിയോജിപ്പ് അതിൽ രേഖപ്പെടുത്തി. പാർട്ടിയുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് വിയോജിപ്പാവാം, വ്യക്തിയല്ല പാർട്ടി. ആ വ്യക്തിയിൽ ആ ഘടകത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും, ലോക്കലാണെങ്കിൽ അങ്ങനെ, ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ജില്ലയിലാണെങ്കിൽ അങ്ങനെ, വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ, ഭൂരിപക്ഷ തീരുമാനമെടുത്താൽ അതിൽ നമ്മൾ കീഴ്പ്പെടുകയെ നിവൃത്തിയുള്ളൂ. അതാണ് ആ പാർട്ടിയുടെ രീതി. അതല്ലാതെ അഭിപ്രായം പുറത്തു വന്ന് പറഞ്ഞ് പാർട്ടിയെ തിരുത്തുന്നൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൈദ്ധാന്തികമായി തന്നെ പറഞ്ഞത്, ഈ പാർട്ടിയുടെ രീതി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന രീതിയാണ്. അത് ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ്. അവിടെ ചർച്ചയുണ്ട് ഘടകത്തിൽ. പക്ഷേ തീരുമാനമെടുത്താൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കണം. അങ്ങനെ ഒരു കേഡർ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. അവിടെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് വയനാട്ടിലെ ട്രഷറായിരുന്ന എൻ എം വിജയൻ്റെയും വിജേഷിൻ്റെയും മരണം. ആ ആത്മഹത്യ നടന്നിട്ട് പോലും പാർട്ടിയുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? KPCC പ്രസിഡന്റിന് കത്തെഴുതി കൊടുത്തിട്ട് പോലും കാണാൻ തയ്യാറാകാതിരുന്നത് കണ്ടതല്ലേ? അന്വേഷണ കമ്മീഷനെ വെക്കാതിരുന്നത് നമ്മൾ കണ്ടതല്ലേ? ഒടുവിൽ 2 പേരുടെ മരണം കഴിഞ്ഞിട്ടും ആ കുടുംബത്തെ വേട്ടയാടിയത് നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ അവിടെ നടന്നു. അന്ന് ആരായിരുന്നു മുൾമുനയിൽ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഒന്ന് IC ബാലകൃഷ്ണൻ MLA, മറ്റൊന്ന് ND അപ്പച്ചൻ, DCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ പാർട്ടിയെ പഠിപ്പിക്കാൻ വരുന്നത്. ഓർമ്മിക്കണം, കണ്ണൂരിൽ കരുണാകരന് വേണ്ടിയിട്ട് മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 കോടി പിരിച്ചു എന്നൊരു കേസുണ്ട്. 16 കോടിയുടെ കണക്കേ ഉള്ളൂ. പ്രതിസ്ഥാനത്ത് നിന്നത് അന്നത്തെ KPCC അധ്യക്ഷനാണ് K സുധാകരൻ. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നിട്ടാണ് ഈ പാർട്ടിയെക്കുറിച്ച് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ പാർട്ടിയുടെ ഈ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഞാൻ ഈ 2 പേരെയും കേട്ടതിൽ നിന്ന്. അതായത് ഞാൻ കുഞ്ഞികൃഷ്ണനുമായിട്ട് നേരിട്ട് സംസാരിച്ചില്ല, മാധ്യമങ്ങളിലൂടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. മറുഭാഗത്ത് നിന്നും എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ